അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. ഇന്ന് എൻ്റെ 24th ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 12:30ക്കാണ്. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ വയ്യാതെ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പം ആസ് ഒരു നോർമൽ ഡേ പോലെ തന്നെ പോയൊരു ദിവസമാണ് കേട്ടോ. ഈവനിങ് വരെ. അപ്പോൾ ഈവനിങ് ആയപ്പം എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ട്രീറ്റ് വേണോ നോക്കി, ഞാൻ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള കാസി മന്ദിറിൽ ഞാൻ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കുറേ നേരമായിട്ട് ഇവളുമാർ വരാതെ എനിക്ക് ദേഷ്യം വന്നിരിക്കുക. അപ്പോഴാണ് ദാണ്ടടാ രണ്ടെണ്ണവും കൂടി കേക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ശരിക്കും ഞാൻ എന്താ പറയുക, ഭയങ്കര സർപ്രൈസ്ഡായെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് രണ്ടെണ്ണവും കൂടി ഇങ്ങനെ എന്തൊക്കെയോ ഐഡിയ ചെയ്ത് പ്ലാനിങ് ഒക്കെ. അപ്പം കേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്തെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ സർപ്രൈസായിട്ട് വീട്ടിൽ വരുമെന്നോ വിസിറ്റ് ചെയ്യാൻ വരുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ശരിക്കും ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം രണ്ടുപേരും എടുത്ത എഫേർട്ടാണ് കേട്ടോ. അതിലൊരാൾക്ക് നോമ്പാണ്. അപ്പം വാങ്ക് വിളിച്ചിട്ട് നോമ്പ് വീട്ടിയിട്ടില്ല. അവൾ വീട്ടിൽ നിന്ന് ഡേറ്റ്സും ജ്യൂസും എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ അവൾ നോമ്പ് വീടുന്ന വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്താൽ. മറ്റവളാണെങ്കിലും രണ്ടുപേരും കൂടി എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി കേക്ക് ഓർഡർ ചെയ്യും. എത്ര എഫേർട്ട് അവരെടുത്തല്ലോ. സത്യം പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര, എനിക്ക് വേണ്ടി ഇത്ര എഫേർട്ട് അവളുമാരെടുത്ത് സത്യം പറഞ്ഞാൽ അതെന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് കേട്ടോ. അതെനിക്ക് രണ്ടുപേരോടും. കണ്ടില്ലേ ഞാൻ ബ്ലഷ് ചെയ്യുന്നത്, കണ്ടോ ശരിക്കും ഞാൻ ബ്ലഷ് ചെയ്തിരിക്കുക കേട്ടോ. കാരണം അവിടെയുള്ള ബാക്കിയുള്ളവർ ഹാപ്പി ബർത്ത്ഡേ സോങ് ഒക്കെ ഇട്ട് അയ്യോ ശരിക്കും ഞാൻ ബ്ലഷ് ചെയ്തു. പക്ഷേ ഇവിടാണ് ഞാൻ ശരിക്കും കൺഫ്യൂഷനായി. കാരണം കേക്ക് കട്ട് ചെയ്ത് ആദ്യത്തെ പീസ് ഞാൻ ആർക്ക് കൊടുക്കും? അതൊന്നൊന്നറിയത്. ഒരാൾക്ക് കൊടുത്താൽ മറ്റേ ആൾ അവിടെ യുദ്ധം നടക്കും. മറ്റവർക്ക് കൊടുത്താൽ ആ കൈ പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുഖം മാറും. അപ്പം ഞാൻ തന്ത്രപരമായി ബുദ്ധിപരമായി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഗൈസ്. ഞാൻ ആ ഒരു പീസ് എടുക്കുന്നു. അതിപ്പോൾ ഞാൻ എടുത്ത് അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് തൊപ്പിയൊക്കെ പോകുന്നുണ്ട്. ഞാൻ ടെൻഷനിൽ ആർക്കും കൊടുക്കുന്നു. അപ്പോഴാണ് ഈ ഒരു ബുദ്ധി വന്നത്. ഒരേ സമയം ഞാൻ രണ്ടുപേർക്കും അത് ഏറ്റു ഗൈസ്. രണ്ടുപേരും ഹാപ്പിയായി. അപ്പോൾ ഞാനും ഹാപ്പിയായി. കാരണം എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. അപ്പം ആർക്ക് ആദ്യം കൊടുക്കുമെന്ന് വെച്ചാൽ രണ്ടുപേർക്കും കൊടുക്കും. അതിനുശേഷം ഞാൻ അൽഫാം മന്തി പറഞ്ഞു, അവർ ബാർബിക്യൂ ആണ് പറഞ്ഞത്. അത് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഫുഡ് വിട്ടൊരു കളിയില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ മന്തിയൊക്കെ, അപ്പം ഞങ്ങൾക്ക് എത്ര മയോണൈസ് കിട്ടിയാലും മതിയാവത്തില്ല കേട്ടോ. അതെ ഇപ്പോൾ കണ്ടോണം ഒരുത്തി ക്യൂട്ട്നെസ് വാരിയിടുന്ന കണ്ടോണം. ഇപ്പോൾ വാരിയിടും, ഓഹോ പയ്യെ കഴിക്കും. ഇങ്ങനൊന്നും അല്ല കേട്ടോ കഴിക്കുന്നത്, അതൊക്കെ അടവാണ്. അതിനുശേഷം സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഈവനിങ്. അപ്പോൾ അവളുമാരെ അറിയാത്ത രീതി ചോദിക്കുക വീഡിയോ എടുക്കുകയാണോന്ന്. അതിനുശേഷം കൈ കഴുകാൻ പോയപ്പോൾ ഒരുത്തി പിന്നെയും ക്യൂട്ട്നെസ് വാരി എറിയാണ്. ക്യാമറ കണ്ട പിന്നെ ഇവർക്ക് പ്രാന്താണ് ഗൈസ്. പിന്നെ ഞങ്ങളുടെ മെയിൻ ബൈപ്പാസിലൂടെ 2 നടക്കുത്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ ബർത്ത്ഡേ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കയറി, അവരവരുടെ വീട്ടിൽ കയറി. ഞാൻ ഉറങ്ങാൻ പോകുന്നു ഗൈസ്. ബൈ.